ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയുള്ള ചായയ്ക്ക് വേണ്ടിയുള്ള പാലാണ് കേട്ടോ ഇവിടെ തിളപ്പിച്ചെടുക്കുന്നത്. എന്നും ഒരേപോലെ വീഡിയോ കാണിച്ചാൽ നിങ്ങളും ബോറടിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ന് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കൂൺ കറിയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതാ നിങ്ങളൊന്ന് വീഡിയോ കണ്ട് നോക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ദാണ്ട കൂണ് കറി വെച്ചെടുക്കാനാണ്. അമ്മച്ചിയാണ് കൂണ് കറി വെച്ചെടുക്കുന്നത് കേട്ടോ. ഞാനും തസ്നി ഇന്ന് അടുക്കളയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അമ്മച്ചി വെക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എന്നാൽ ഇന്ന് കൂണ് കറി അമ്മച്ചി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനായിട്ട് ദാണ്ട 2 പാക്കറ്റ് കൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ കൂണിവിടെ ദാണ്ട നല്ലതുപോലെ ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിരുന്നു കേട്ടോ. വെച്ചതിന് ശേഷമാണ് ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് വന്നേക്കുന്നത്. ദാണ്ട കൈക്ക് ഇങ്ങനെ ഒലച്ചൊലച്ച് കഴുകുന്നുണ്ട്. അതിന് ശേഷം ഓരോ കൂണായിട്ടെടുത്ത് അതിനെ കീറി ദാണ്ട അതിൻ്റെ അകത്ത് അഴുക്കുണ്ട്. ആ അഴുക്കെടുത്ത് കളയണം. കണ്ടോ, ഈ അഴുക്കിങ്ങനെ കൂണിനെ 2ആയിട്ടെടുത്ത് അങ്ങനെ കീറി കഴിഞ്ഞാൽ അഴുക്കെടുത്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും കൂൺ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം ഞെട്ടടത്തിയെടുക്കും, അല്ലെങ്കിൽ അമ്മച്ചി എടുക്കുന്ന പോലെ എടുത്താലും മതി. കൂണ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ദാണ്ട ഈ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കുന്ന ഓരോ കൂണും ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഒലച്ച് വാരി ഒന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം ഇങ്ങനെ കൂണൊന്ന് ഒലച്ച് വാരി എടുത്ത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ആ ഒരു മഞ്ഞളൊക്കെ പോയി ഒന്ന് തെളിയുള്ളൂ. വെള്ളം തെളിയോളം കഴുകിയെടുത്തിട്ടുണ്ട്. ഇവിടെ കൂൺ കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സവോളയും കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ദാണ്ട് ഇവിടെ നിന്ന് തൊലികൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു സവോള, കുറച്ച് ചെറിയ ഉള്ളി, ദാണ്ട് ഒരു കഷ്ണം ഇഞ്ചി, 3-4 ചോള വെളുത്തുള്ളി, ഇത്രയും പച്ചമുളക്, ഇത്രയും സാധനമാണ് കേട്ടോ എടുത്തേക്കുന്നത്. കൂൺ കറി വെക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. സവോളയും പച്ചമുളകും താണ്ടി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ഒരു 2-3-4 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കണം. അതാണ് കൂൺ കറി വെക്കുമ്പോഴത്തേന് ടേസ്റ്റ് കിട്ടുന്നത്. അതിനായിട്ട് ദാണ്ടൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കൂൺ കറി വെക്കാൻ ആവശ്യമായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും ദാണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരും. ഇവിടെ അമ്മച്ചിക്ക് ഒരളവ് അറിയാവുന്നതുകൊണ്ട് അമ്മച്ചിയുടേതായ രീതിയിൽ ഒഴിച്ചതേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കരിയാപ്പല, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കണം. ഉലുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ദാണ്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും, ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ദാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കൂണ് കറിക്ക് ഇത്രത്തോളം കരിയാപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ദാണ്ട് വഴറ്റിയെടുത്ത് ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ ഇനി മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതാണ് പരുവം. ഇനി പെട്ടെന്ന് തന്നെ മസാലകൾ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു തുടങ്ങും. അതിനായിട്ട് ദാണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കറിക്ക് കൊഴുപ്പ് കിട്ടാനാണ് അല്പം മല്ലിപ്പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് ഗരം മസാലയാണ്. മസാലകളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറുവോളം. ഇവിടെ മസാലകളൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി കൂൺ നന്നായിട്ട് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂണിന് പ്രത്യേകം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചാൽ മതി. കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും.
ആ വെള്ളം കൊണ്ട് കൂണ് വെന്ത് കിട്ടും. ദാണ്ട് ഇവിടെ കുറച്ചുകൂടെ ഉപ്പിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ശേഷം തട്ടിപ്പൊത്തി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ദാ ഇങ്ങനെയാണ്. ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല സെറ്റായിട്ട് വേകുന്നുണ്ട്. ബാക്കിയും കൂടെ വേവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അതുപോലെ സമയം വേണം കൂണ് വെന്ത് വരാനായിട്ട്. ദാണ്ട് ഇവിടെ കൂണ് വെന്ത് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മീനൊക്കെ വറുത്ത് നല്ല പാക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇനി ഒന്ന് അച്ചാറിട്ടാൽ മതി. അതിനായിട്ട് ദാണ്ട് ഇവിടെ അച്ചാർ പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ എടുത്ത ശേഷം ദാണ്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായി വന്നപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലെണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി കടുക് പൊട്ടി വന്നപ്പോഴേക്കും അല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടിപ്പോയാൽ അച്ചാറിന് കയ്പുണ്ടാകും. അതുകൊണ്ട് ഉലുവ കൂടാൻ ശ്രദ്ധിക്കണം. ഇനി മീനച്ചാർ ഇടുവാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ദാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയ ശേഷം കരിയാപ്പില ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കണം. ദാണ്ട് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പറയാൻ വിട്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് മീൻ വറുത്തുകൊണ്ട് വന്നതെന്ന്. അപ്പോൾ മീനിൽ ചേർത്ത മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് വറുത്തെടുക്കുമായിരുന്നു. ഒരുപാട് മൂപ്പിച്ചില്ല. ഒരു അച്ചാറിനുള്ള പരുവത്തിന് ഒന്ന് വറുത്തെടുത്തത് മാത്രമേ ഉള്ളൂ. ആ മീനാണ് ഈ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കേര മീനാണ് അച്ചാറിനായി വറുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ വറുത്തെടുത്ത് നന്നായിട്ട് പാഴ്സൽ ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ ഇവിടെ മസാലയൊക്കെ പച്ചമണമൊക്കെ മാറി അരപ്പൊക്കെ മൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് എത്രത്തോളം വേണമെന്ന് മീനും കൂടി ഇട്ട് നോക്കിയിട്ട് മാത്രം വിനാഗിരി ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ വിനാഗിരി വേണം. ദാണ്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. ഇനി വിനാഗിരി വേണമെന്ന് ഒരുപാട് വിനാഗിരി ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. വിനാഗിരിക്ക് പകരം കുടംപുളി തിളപ്പിച്ച് ഒഴിച്ചാലും നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഉപ്പ് വേണം. ഇനി ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മീൻ വറക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് വറക്കുന്നതുകൊണ്ട് ഇത്രയും ഉപ്പ് മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മീനച്ചാർ ഇടുന്ന റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.